എൻ്റെ മുന്നത്തെ കമ്പനിയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു ഫേംവെയർ എഞ്ചിനീയർ ഉണ്ടായിരുന്നു, ഒരു ആന്ധ്രാക്കാരൻ. ഒരു 6 വർഷം മുന്നേ അയാൾ സാൻഡിസ്കിലേക്ക് മാറി. നല്ല സാലറി, പക്ഷേ അതായിരുന്നില്ല മെയിൻ കാര്യം. കഴിഞ്ഞ 4 വർഷത്തിൽ ആ സാലറിയുടെ കൂടെ അയാൾക്ക് ESOPs കിട്ടി. അതായത് സാൻഡിസ്കിൻ്റെ തന്നെ ഷെയർസ് അയാളുടെ സാലറിയുടെ കൂടെ കിട്ടി. ഞാൻ ഏതാണ്ട് 1 വർഷം മുന്നേ സംസാരിക്കുമ്പോൾ ആ ഷെയർസിൻ്റെ വാല്യൂ തന്നെ ഏകദേശം 70 ലക്ഷം രൂപയ്ക്ക് മുകളിലായിട്ടുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ മെയിൻ ട്വിസ്റ്റ് ഇതല്ല. കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ AI ഡാറ്റ സ്റ്റോറേജിൻ്റെ ഡിമാൻഡൊക്കെ കാരണം സ്റ്റോക്ക് പ്രൈസസ് $43 നിന്നും $2,350 വരെ പോയി. റഫ്ലി 52 ടൈംസ്. എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിലുള്ള സ്റ്റോക്സിൻ്റെ ആ ഒരു എമൗണ്ട് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഏകദേശം 36 കോടി രൂപ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ അങ്ങ് ഇരുന്ന് പോയി. കാര്യം IT-യിൽ ഞാൻ ഒരു 10-12 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും ഹൈക്ക് വരും, 6-10%, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ എനിക്ക് സ്റ്റോക്സ് ഇല്ല, ഇക്വിറ്റി ഇല്ല, വെറും സാലറി മാത്രം. ചിലപ്പോൾ കുറച്ച് ബോണസ്, ചിലപ്പോൾ പെർഫോമൻസ് ബോണസ്, അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ അന്ന് അവനോട് സംസാരിച്ചിരുന്ന ആ സംസാരം കുറച്ച് ദിവസത്തേക്ക് എൻ്റെ മനസ്സിലങ്ങനെ കിടന്നു. ഞാൻ എന്നോട് തന്നെ ചോദിച്ചിരുന്നു, അവൻ എന്താണ് അത്ര ഡിഫറൻ്റ് ആയിട്ട് ചെയ്തത്, അവനെങ്ങനെ ജോലി കൊണ്ട് തന്നെ എങ്ങനെ പണക്കാരനായിരുന്നു. ഒരു IT കരിയറിൽ നിന്ന് വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 5 ലിവേഴ്സ് ഉണ്ട്. നമ്മളിൽ കൂടുതൽ പേരും ആ ലിവേഴ്സിൽ ഒരെണ്ണം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, സാലറി. അതുകൊണ്ടാണ് 20 lakhs per annum സാലറി വാങ്ങുന്നവർ പോലും സ്റ്റക്കായതുപോലെ തോന്നുന്നത്. ഞാൻ സാഗർ മുരളി, എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഇൻവെസ്റ്റർ, ആൽഗോ ട്രേഡർ ആൻഡ് എ പാർട്ട് ടൈം യൂട്യൂബർ. ഞാനൊരു ഫിനാൻസ് എക്സ്പേർട്ടൊന്നുമില്ല. ഞാനൊരു IT എംപ്ലോയി ആണ്. 10+ years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനിപ്പോഴും ഓഫീസിൽ പോകാറുണ്ട്, ഇപ്പോഴും സ്പ്രിംഗ് മീറ്റിംഗ്സിൽ ഇരിക്കാറുണ്ട്. എല്ലാ വർഷവും അപ്രൈസിലാകുമ്പോൾ ആ ഒരു ടെൻഷൻ എനിക്കും ഉണ്ടാകാറുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് IT-യിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ശരിക്കും എങ്ങനെയാണ് വെൽത്ത് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പഠിച്ചു. വെറും സാലറി മാത്രമല്ല, വെറും SIP അല്ല, അതിൻ്റെ ഫുൾ പിക്ചർ. അപ്പോൾ എനിക്ക് മനസ്സിലായത് മെയിനായിട്ടൊരു 5 കാര്യങ്ങളുണ്ടെന്നാണ്. 5 ലിവേഴ്സ്. നമ്മൾ എത്രത്തോളം ലിവേഴ്സ് യൂസ് ചെയ്യുന്നോ അത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് വെൽത്ത് ഉണ്ടാക്കാം. കൂടുതൽ ആൾക്കാരും ലിവർ 1 മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ എന്ന് പറഞ്ഞില്ലേ, സാലറി. ചിലർ 1ഉം 3ഉം യൂസ് ചെയ്യും, സാലറിയും ഇൻവെസ്റ്റിങ്ങും. എൻ്റെ കൊളീഗ് യൂസ് ചെയ്ത് ലിവർ 1ഉം 4ഉം ആണ്, അതായത് സാലറിയും ഇക്വിറ്റിയും. ആ ഒരു എക്സ്ട്രാ ലിവർ അവൻ്റെ ലൈഫ് തന്നെ മാറ്റി. ഞാൻ 5 കാണിച്ചു തരാം. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് മിസ്സാവുന്നതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും. ലിവർ 1, യുവർ സാലറി ഈസ് ദ സ്റ്റാർട്ടിംഗ് ഫ്യൂവൽ, നോട്ട് ദ ഫിനിഷിംഗ് ലൈൻ. ഒന്നാമത്തെ കാര്യം, സാലറി വളരെ പ്രധാനമാണ്. ബാക്കി എല്ലാത്തിനുള്ള ഫ്യൂവൽ അതാണ്. നല്ലൊരു സാലറി ഇല്ലാതെ ബാക്കിയുള്ള 4 ലിവേഴ്സും ശരിക്കും വർക്കാവില്ല. പക്ഷേ സാലറി കൊണ്ട് മാത്രം നമ്മൾ റിച്ച് ആവില്ല. അതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമാണ്. ഇപ്പോൾ IT-യിൽ ഏറ്റവും വലിയ സാലറി ജമ്പ് കിട്ടുന്നത് എക്സ്പീരിയൻസ് കൊണ്ടൊന്നുമല്ല, സ്കിൽസ് കൊണ്ടാണ്. പ്രത്യേകിച്ച് ഈ ഒരു ജനറേഷനിൽ AI സ്കിൽസ്. 2026 PwC ഒരു റിപ്പോർട്ട് പുറത്തിറക്കി. AI സ്കിൽസ് ഉള്ള ആൾക്കാർക്ക് 62% കൂടുതൽ സാലറി കിട്ടുന്നുണ്ട്. ഒരേ ജോബ് ടൈറ്റിൽ മറ്റൊരാൾക്ക് AI അറിയാം, മറ്റേയാൾക്ക് അറിയില്ല. 62% ഗ്യാപ്പ്. പിന്നെ ഈ വർഷം ഇന്ത്യയിലെ ആവറേജ് സാലറി ഹൈക്ക് എത്രയാണെന്ന് അറിയാമോ? 5-8%. 2020 ശേഷമുള്ള ഏറ്റവും മോശമായിട്ടുള്ള അപ്രൈസൽ സൈക്കിളാണിത്. അതുകൊണ്ട് ആനുവൽ ഹൈക്ക് കിട്ടിയിട്ട് റിച്ച് ആവാമെന്ന് വിചാരിച്ചിട്ട് കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറേയേറെ കാലം കാത്തിരിക്കേണ്ടി വരും. സർട്ടിഫിക്കേഷൻസ് ഒക്കെ ശരിക്കും നല്ല മാറ്റം ഉണ്ടാക്കും. അതായത് AWS മെഷീൻ ലേണിംഗ് സർട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു 20% സാലറി പ്രീമിയം തരും. ഗൂഗിൾ പ്രൊഫഷണൽ ML എഞ്ചിനീയേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 25% സാലറി ഹൈക്ക് കിട്ടും. ഇതൊക്കെ റെസ്യൂമിൽ കാണുമ്പോൾ കമ്പനീസ് കൂടുതൽ പൈസ തരും. പിന്നെ അതൊന്നും വലിയ എക്സ്പെൻസീവും അല്ല. ഈ സർട്ടിഫിക്കേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷമുള്ള തൊട്ടടുത്ത് വരുന്ന ഹൈക്കിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ്, അതായത് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി ഹൈക്കില്ലേ, ആ ഹൈക്ക് കൊണ്ട് തന്നെ ഈ സർട്ടിഫിക്കേഷൻ്റെ പൈസ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. പക്ഷേ ഏറ്റവും വലിയ സാലറി ഹൈക്ക് ശരിക്കും നമുക്ക് കിട്ടുന്നത് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കമ്പനി മാറുമ്പോഴാണ്. ഞാൻ പറയുന്നത് ചുമ്മാ ജമ്പ് ചെയ്യാനല്ല. ഒരു സർവീസ് ബേസ്ഡ് കമ്പനിയിലെ മിഡ് ലെവൽ ടെസ്റ്ററിന് അല്ലെങ്കിൽ ഒരു ഡെവലപ്പറിന് കിട്ടുന്നത് ഒരു 14-18 lakhs per annum. അതേ പ്രൊഫൈലിലെ ഒരു പ്രോഡക്റ്റ് കമ്പനിയിലോ GCCയിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 28-45 lakhs per annum. ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ. HCL എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൊളീഗ് സാൻഡിസ്കിലേക്ക് മാറിയപ്പോൾ അവനും ചെയ്തത് ഇതേ സംഭവം തന്നെയാണ്. അവൻ്റെ ബേസ് സാലറി ഓൾമോസ്റ്റ് ഡബിളായി. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ സാലറി ആയിരുന്നില്ല മെയിൻ കാര്യം, അവൻ്റെ കൂടെ വന്ന കമ്പനി സ്റ്റോക്സിലായിരുന്നു കാര്യം. പിന്നെ ഇത് വെറുതെ പൈസ കൂടുതൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് മാത്രമല്ല, സർവൈവലിൻ്റെ കാര്യം കൂടിയാണ്. അതായത് 2026 ആദ്യത്തെ 3 മാസം കൊണ്ട് മാത്രം ലോകത്തിൽ മുഴുവനായിട്ട് 55,000-ലധികം കൂടുതൽ ടെക്കീസിനാണ് ജോലി പോയത്. ദിവസവും 736 ആൾക്കാർക്ക്. TCSൻ്റെ മിഡ് ലെവലിൽ നിന്നിട്ടും സീനിയർ ലെവലിൽ നിന്നൊക്കെ 12,000 പേരെയാണ് പിരിച്ചുവിട്ടത്. പക്ഷേ അതേ സമയത്ത് തന്നെ GCC 22,000 പുതിയ റോൾസ് എടുത്തു. ഇവിടെ ജോലി ഇല്ലാതാവുകയല്ല, അവ മാറുകയാണ്. അതായത് സർവീസ് ബേസ്ഡ് കമ്പനിയിൽ നിന്നും പ്രോഡക്റ്റ് കമ്പനിയിലേക്കും അല്ലെങ്കിൽ GCCയിലേക്കൊക്കെ മാറുകയാണ്. നിങ്ങളിപ്പോൾ ഒരു സർവീസ് ബേസ്ഡ് കമ്പനിയിലാണ് ഉള്ളതെന്ന് കരുതുക. ഒരു പ്രോഡക്റ്റ് കമ്പനിക്ക് വേണ്ട സ്കിൽസിൻ്റെ വെറും 40% നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യുക. കിട്ടിയില്ലെങ്കിൽ കൂടി എന്തൊക്കെ ഗ്യാപ്സാണ് ഫിൽ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് പഠിക്കാമല്ലോ. ഇനി അഥവാ കിട്ടിയാലോ, നിങ്ങളുടെ സാലറി ഡബിളാവും, ചിലപ്പോൾ ട്രിപ്പിൾ ആവാം. അതിൻ്റെ കൂടെ ഇത്തരത്തിലുള്ള ഇക്വിറ്റിയും മറ്റു പല ആനുകൂല്യങ്ങളും കിട്ടും. നിങ്ങളുടെ സാലറിയാണ് ലിവർ 1, അത് മാക്സിമൈസ് ചെയ്യുക. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം പറയാം, ലിവർ 1 മാക്സിമൈസ് ചെയ്യുന്ന ആൾക്കാർ പലപ്പോഴും ഏറ്റവും വലിയ മിസ്റ്റേക്ക് കാണിക്കുന്നത് ലിവർ 2-ലാണ്. ലിവർ 2, ദ മണി യു കീപ്പ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ മണി യു ഏൺ. ഈ ലിവറാണ് ബാക്കി എല്ലാ കാര്യങ്ങളും പോസിബിൾ ആകുന്നത്. അതെന്താണെന്ന് പറയാം. 2 പേർക്ക് 20 LPA സാലറി കിട്ടുന്നുണ്ട്. പേഴ്സൺ A
അതിൽ 18 lakhs per annum സ്പെൻഡ് ചെയ്യും. പേഴ്സൺ ബി 12 lakhs per annum സ്പെൻഡ് ചെയ്യും. പേഴ്സൺ എയുടെ കയ്യിൽ എല്ലാ വർഷവും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 lakhs per annum ഉണ്ടാവും. പേഴ്സൺ ബിയുടെ കയ്യിലോ 8 lakhs per annum. 10 വർഷത്തെ കോമ്പൗണ്ടിങ് കഴിയുമ്പോൾ പേഴ്സൺ ബി ഒരുപാട് മുന്നിലായിരിക്കും. അത് അവർ കൂടുതൽ ഉണ്ടാക്കിയതുകൊണ്ടല്ല, അത് അവർ കൂടുതൽ മാറ്റി വെച്ചുകൊണ്ടാണ്. ഞാനതെൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പഠിച്ചത്. എനിക്ക് ഹൈക്ക് കിട്ടുമ്പോഴൊക്കെ എൻ്റെ ചിലവും അതിൻ്റെ കൂടെ കൂടുമായിരുന്നു. പുതിയ ഫോൺ, കുറച്ചുകൂടി നല്ല ബൈക്ക്, കൂടുതൽ സബ്സ്ക്രിപ്ഷൻസ്, സാലറി കൂടി, സേവിങ്സ് പഴയതുപോലെ തന്നെ നിന്നു. ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു മിസ്റ്റേക്കാണെന്ന് നമുക്ക് തോന്നുക പോലുമില്ല. നമ്മളൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്താണല്ലോ എന്നൊരു ഫീലായിരിക്കും. ഇതെനിക്ക് ഡിസേർവിങ് ആണ് എന്നൊക്കെ നമുക്ക് തോന്നും, നമുക്ക് എന്തെങ്കിലും സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ ഫീലിംഗ് ആണ് ശരിക്കും ട്രാപ്പ്. നമുക്ക് കിട്ടുന്ന പുതിയ സാലറിയുമായിട്ട് കുറച്ച് ആഴ്ചകളിൽ തന്നെ നമ്മുടെ ബ്രെയിൻ അഡ്ജസ്റ്റ് ആവും. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അതങ്ങ് മാറും. എന്നിട്ട് നമ്മൾ അടുത്ത അപ്ഗ്രേഡിനായിട്ട് നോക്കി തുടങ്ങും. നമ്മളായിട്ട് ഇത് ബ്രേക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും തീരുകയില്ല. പെൻഡിങ് ഒരു പതുക്കെ ഉള്ളൊരു ചോർച്ചയാണെന്നുണ്ടെങ്കിൽ EMIs കുറച്ചുകൂടി വലിയൊരു ഹോളാണ്. എനിക്കറിയാവുന്ന ഒട്ടുമിക്ക IT എംപ്ലോയീസിനും ഒരേ സമയം 3 മുതൽ 4 EMIs വരെ ഉണ്ടാകും. കാർ ലോൺ, ഹോം ലോൺ, ക്രെഡിറ്റ് കാർഡ് ലോൺ, ചിലപ്പോൾ പേഴ്സണൽ ലോൺ ഒക്കെ കാണും. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ അവരുടെ സാലറിയുടെ 40% തൊട്ട് 60% വരെ അവർ പേഴ്സ് തുറക്കുന്നതിന് മുന്നേ പോയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചിന്തിച്ച് നോക്കും. നിങ്ങൾക്ക് ജോലി റിസൈൻ ചെയ്യാൻ പറ്റില്ല, ഒരു നല്ല റോളിലേക്ക് പോകാൻ പറ്റില്ല, അഥവാ നല്ല റോളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പേ കട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയില്ല, ഒരു ബ്രേക്ക് എടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല, ഒരു മോശം മാനേജറിനോട് നോ പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ EMIs ആണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് എനിക്കായിട്ടൊരു റൂൾ ഉണ്ടാക്കി. എനിക്ക് കിട്ടുന്ന ഓരോ ഹൈക്കിനും എൻ്റെ ചിലവ് കൂട്ടുന്നതിന് മുന്നേ ഞാൻ ഒരു 90 days വെയിറ്റ് ചെയ്യും. മിക്കവാറും 90 ദിവസങ്ങളിൽ എന്തെങ്കിലും വാങ്ങാനുള്ള ആ ഒരു ആഗ്രഹം അതങ്ങ് മാറി കിട്ടും. മാത്രമല്ല, എനിക്ക് കിട്ടുന്ന ഹൈക്ക് എത്രയാണോ ആ എമൗണ്ട് ഞാൻ കുറച്ചേ വീട്ടിൽ പറയാറുള്ളൂ. എന്നിട്ട് ആ പൈസ നേരെ അങ്ങ് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകും. പിന്നെ IT എംപ്ലോയീസ് പോലും അറിയാത്ത പൈസ പോകുന്ന വേറെ 2 കാര്യങ്ങൾ കൂടിയുണ്ട്: ടാക്സസും ഇൻഷുറൻസും. ഇതിൽ ഓൾഡ് റെജീമാണോ ന്യൂ റെജീമാണോ ലാഭം എന്ന് കൂടുതൽ ആൾക്കാർ നോക്കാറില്ല. ഡീഫോൾട്ടായിട്ട് അവർ ഉള്ളത് അങ്ങ് എടുക്കും. മേ ബി എല്ലാവരും ഇപ്പോൾ ന്യൂ റെജീം അങ്ങ് ചൂസ് ചെയ്യും, അവരും അങ്ങ് എടുക്കും. ആ വ്യത്യാസം എന്ന് പറയുന്നത് ഓരോ വർഷവും 50,000 തൊട്ട് 1.5 ലക്ഷം രൂപ വരെ ആവും. പിന്നെ നിങ്ങളുടെ പേരൻസ് നിങ്ങൾക്കൊരു LIC എൻഡോമെൻറ്റ് പോളിസി എടുത്ത് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇൻഷുറൻസ് അല്ല, വേറെ 4 മുതൽ 8% വരെ റിട്ടേൺ കിട്ടുന്ന ഒരു സേവിങ്സ് അക്കൗണ്ടാണത്. ഒരു ടേം ഇൻഷുറൻസിൻ്റെ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ 5 പ്രീമിയത്തിൽ 10 ഇരട്ടി കൂടുതൽ കവറേജ് കിട്ടും. ഈ 2 കാര്യങ്ങൾ മാത്രം ശരിയാക്കിയാൽ ഒരു കരിയറിൽ ലക്ഷക്കണക്കിന് രൂപ നിങ്ങളുടെ പോക്കറ്റിലേക്ക് തന്നെ നിങ്ങൾക്ക് തിരിച്ചു വരും. അപ്പോൾ നിങ്ങളോട് തന്നെ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ EMIs എല്ലാം കഴിഞ്ഞിട്ട്, സേവ് ചെയ്യാമായിരുന്ന ടാക്സ് ഒക്കെ കഴിഞ്ഞിട്ട്, മോശം പ്രൊഡക്റ്റിലേക്ക് പോകുന്ന പ്രീമിയംസ് ഒക്കെ കഴിഞ്ഞിട്ട് ശരിക്കും നിങ്ങളുടെ കയ്യിൽ ഉള്ള സാലറി എത്ര രൂപയാണ് നിങ്ങളുടെ സ്വന്തം? ആ നമ്പറാണ് നിങ്ങൾക്ക് ലിവർ 3 യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ലിവർ 3 ഇൻവെസ്റ്റ് ദ ഗ്യാപ്പ്. ലിവർ 2-ൽ നിന്ന് നമ്മൾ മാറ്റി വയ്ക്കുന്ന പൈസ എവിടേക്കെങ്കിലുമൊക്കെ പോകണമല്ലോ. അതൊരു സേവിങ്സ് അക്കൗണ്ടിൽ 3% ഇൻട്രസ്റ്റിൽ വെറുതെ എവിടെയെങ്കിലും കിടന്നു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ അത് തിന്നും. എല്ലാ മാസവും നിങ്ങളുടെ പൈസയുടെ വാല്യൂ പതിയെ കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ചിട്ട് പറയുന്നതിന് മുന്നേ ആദ്യം വരുന്നൊരു കാര്യമുണ്ട്: നിങ്ങളുടെ റൺവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നിങ്ങളുടെ സാലറി നിന്ന് കഴിഞ്ഞാൽ വേറെ ആരോടും പൈസ കടം ചോദിക്കാതെ എത്ര മാസം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാവും. ഞാൻ എൻ്റേത് ഒരിക്കൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. ആൻസർ ഒരു 2 മാസത്തിൽ താഴെയായിരുന്നു. ആ നമ്പർ എന്നെ ശരിക്കും പേടിപ്പിച്ചു. കാരണം 2026-ൽ കമ്പനീസ് ആയിരക്കണക്കിന് മിഡ് ലെവൽ IT എംപ്ലോയീസിനെ പിരിച്ചുവിടുമ്പോൾ വെറും 2 മാസത്തെ റൺവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജോബ് സെർച്ച് ചെയ്യുകയായിരിക്കില്ല, നിങ്ങൾ പാനിക് ആവുമായിരിക്കും ചെയ്യുന്നത്. ആ 2 മാസത്തിനുള്ളിൽ എന്തെങ്കിലും കിട്ടേണ്ടതെന്ന്. നിങ്ങൾ കിട്ടുന്ന ആദ്യത്തെ ഓഫർ നിങ്ങൾ അങ്ങ് എടുക്കും. മേ ബി മോശം സാലറി ആയിരിക്കാം, മോശം റോളായിരിക്കാം, ചിലപ്പോൾ മോശം കമ്പനി ആയിരിക്കാം. കാരണം നിങ്ങളുടെ EMIs അവിടെ വെയിറ്റിംഗ് ആണ്. നിങ്ങൾക്ക് വേറെ ചോയ്സ് ഒന്നും ഉണ്ടാവില്ല. 75% ഇന്ത്യക്കാർക്കും സാലറി ഇല്ലാതെ ഒരു 3 മാസം പിടിച്ചു നിൽക്കാനുള്ള സേവിങ്സ് പോലുമില്ല. ഇതിൽ പലർക്കും 15 അല്ലെങ്കിൽ 20 lakhs per annum ഒക്കെ കിട്ടുന്നവരാണ്. ഇന്ന് എൻ്റെ റൺവേ 6 മാസമാണ്. അത് ബിൽഡ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഏകദേശം 2 വർഷം അടുപ്പിച്ചെടുത്തു. പക്ഷേ ഇപ്പോൾ DF ന്യൂസൊക്കെ വരുമ്പോൾ, വായിക്കുമ്പോൾ ഒക്കെ ഞാൻ അത്രത്തോളം പാനിക്കാവാറില്ല. എനിക്ക് ക്ലിയർ ആയിട്ട് ആലോചിക്കാൻ കഴിയും. എനിക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു റൈറ്റ് ഓപ്പർച്യൂണിറ്റി വരുന്നവരെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. സോ ആദ്യം നിങ്ങൾ നിങ്ങളുടെ റൺവേ ബിൽഡ് ചെയ്യുക. 6 മാസത്തെ ചിലവുകൾ അതൊരു ലിക്വിഡ് ഫണ്ടിലേക്ക് വയ്ക്കുക. അതായത് സ്റ്റോക്കിലല്ല, ലോക്കിനുള്ള FDയിലും അല്ല, ഒരു 24 hours നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന എവിടെയെങ്കിലും. ആ റൺവേ സെറ്റായി കഴിഞ്ഞാൽ ഇനി നിങ്ങളുടെ പൈസയ്ക്ക് ശരിക്കും വർക്ക് ചെയ്യാം. ഞാൻ അതിൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ പറഞ്ഞുതരാം. നിങ്ങൾ മാസം 25,000 രൂപ SIP വഴി ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ 12% ആനുവൽ റിട്ടേൺ വെച്ചിട്ട് 15 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏകദേശം 1.25 കോടി രൂപ ഉണ്ടാവും. നിങ്ങൾ ആകെ ഇൻവെസ്റ്റ് ചെയ്തത് ഒരു 45 ലക്ഷം രൂപ മാത്രമാണ്. ബാക്കിയൊക്കെ കോമ്പൗണ്ടിങ് ആണ്. ഇതിലും നല്ല വേറൊരു കാര്യമുണ്ട്: സ്റ്റെപ്പ് അപ്പ് SIP. അതായത് നിങ്ങളുടെ സാലറി കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ എല്ലാ വർഷവും SIP ഒരു 10% കൂട്ടുന്നു. അതേ 15 വർഷത്തിൽ നിങ്ങളുടെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഏകദേശം 2.5 കോടി രൂപ എത്തും. എല്ലാ വർഷവും നിങ്ങൾ കൂട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 10% എമൗണ്ട് മാത്രം. എത്ര നേരത്തെ തുടങ്ങുമോ അത്രയും നല്ലതാണ്. അതായത് 23-ാമത്തെ വയസ്സിൽ തുടങ്ങുന്ന ഒരു 5,000 രൂപയുടെ SIP 33-ാമത്തെ വയസ്സിൽ തുടങ്ങുന്ന 25,000 രൂപയുടെ SIPയേക്കാൾ മുമ്പിലെത്തും. ഇവിടെ കൂടുതൽ പൈസയേക്കാൾ കൂടുതൽ മാറ്റർ ചെയ്യുന്നത്
ടൈമാണ്. കോമ്പൗണ്ടിങ്ങിൻ്റെ കാര്യത്തിൽ എന്തിനേക്കാളും കൂടുതൽ പേഷ്യൻസിനാണ് റിവാർഡ് ചെയ്യുന്നത്. ഇൻവെസ്റ്റിംഗ് വഴി വെൽത്ത് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് 50 lakhs per annum സാലറിയുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ശരിക്കും വേണ്ടത് കൺസിസ്റ്റൻസിയും ടൈമുമാണ്. അതാണ് ലിവർ 3. പക്ഷേ ലിവർ 3 വഴി വെൽത്ത് പതിയെ ഉണ്ടാവും. ഇതെല്ലാം സ്പീഡ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലിവർ ഉണ്ട്. അതാണ് ലിവർ 4. ഇക്വിറ്റി ഈസ് ഹൗ ഇറ്റ് പീപ്പിൾ ആക്ച്വലി ഗെറ്റ് റിച്ച്. ഒട്ടുമിക്ക IT എംപ്ലോയീസിന് ഇങ്ങനെ ഒരു ലിവർ ഉണ്ടെന്നുള്ള കാര്യം പോലും അറിയില്ല. പക്ഷേ ഇതാണ് സാൻഡിസ്കിലുള്ള എൻ്റെ കൊളീഗിൻ്റെ ലൈഫിൽ എല്ലാം മാറ്റിയത്. ഞാനത് സിമ്പിളായിട്ട് പറയാം. നമ്മളൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ സാധാരണ സാലറിയൊക്കെ വെച്ചിട്ടാണ് നെഗോഷിയേറ്റ് ചെയ്യുന്നത്. CTC, മന്ത്ലി ടേക്ക് ഹോം. ചിലപ്പോൾ ഒരു ജോയിനിങ് ബോണസ്. ചില കമ്പനീസ്, അതായത് മെയിനായിട്ട് പ്രോഡക്റ്റ് കമ്പനീസ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്സ്, അവിടെയൊക്കെ വേറെ ചില കാര്യങ്ങൾ തരും. സ്റ്റോക്സ്. ഇതിൽ മെയിനായിട്ട് 2 ടൈപ്പ് ഉണ്ട്, ESOPസും RSUസും. ESOPs എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് പ്രൈസിൽ കമ്പനി ഷെയർ വാങ്ങാനുള്ള ഓപ്ഷൻ തരും. അതായത് കമ്പനി വളരുമ്പോൾ ആ ഷെയറുകൾക്ക് നല്ല വാല്യൂ ആകും. RSUs കുറച്ചുകൂടി സിമ്പിളാണ്. അതായത് കമ്പനി നേരിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് നിങ്ങൾ പേ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ കോമ്പൻസേഷൻ്റെ ഭാഗമായിട്ടാണ് അവ കിട്ടുന്നത്. സാധാരണ ഒരു 3 തൊട്ട് 4 വർഷം കൊണ്ടൊക്കെയാണ് ഇത് കിട്ടുന്നത്. എൻ്റെ കൊളീഗ് സാൻഡിസ്കിൽ ജോയിൻ ചെയ്തപ്പോൾ അവന് എല്ലാ മാസവും ESOPs കിട്ടി. എല്ലാ മാസവും അവൻ്റെ കോമ്പൻസേഷൻ്റെ ഒരു ഭാഗം കമ്പനി സ്റ്റോക്സിലേക്ക് പോയി. അവൻ സെപ്പറേറ്റായിട്ട് വാങ്ങിയെന്നല്ല, ജോലി കിട്ടിയതിൻ്റെ കൂടെ കിട്ടിയതാണ്. എന്നിട്ട് 6 മാസം കൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോക്ക് പ്രൈസ് $288 നിന്നും $2100 ആയിട്ട് വളർന്നു. അവൻ ട്രേഡ് ചെയ്തിട്ടില്ല, അവൻ സ്പെഷ്യലായിട്ടൊന്നും ചെയ്തിട്ടുമില്ല. ഇക്വിറ്റി തരുന്ന ഒരു കമ്പനിയിൽ അവൻ ജോയിൻ ചെയ്തു. അത്രേ ഉള്ളൂ. പിന്നെ ഇതൊരു റെയറായിട്ടുള്ള ഒരു സ്റ്റോറിയൊന്നുമല്ല. അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നാരായണ മൂർത്തി ഇൻഫോസിസിലെ എല്ലാ എംപ്ലോയീസിനും ESOPs കൊടുത്തിട്ടുണ്ട്. വെറും എഞ്ചിനീയേഴ്സിന് മാത്രമല്ല, എല്ലാവർക്കും. നാരായണ മൂർത്തിയുടെ തന്നെ ഡ്രൈവറായിട്ടുള്ള കണ്ണന് ESOPs കിട്ടി. ആ ഡ്രൈവർ ആ ഒരൊറ്റ പ്രോഗ്രാം വഴി ക്രോർപതിയായി. മാത്രമല്ല, ആ ഒരൊറ്റ പ്രോഗ്രാം വഴി 2000-ലധികം ഇൻഫോസിസിൻ്റെ എംപ്ലോയീസാണ് മില്യണേഴ്സ് ആയത്. വാൾമാർട്ട് ഫ്ലിപ്കാർട്ടിനെ വാങ്ങിയപ്പോൾ 500-ലധികം ആൾക്കാരാണ്, എംപ്ലോയീസാണ് ഒരൊറ്റ രാത്രി കൊണ്ട് ക്രോർപതീസായത്. 2024 സ്വിഗ്ഗി ലിസ്റ്റിംഗ് വീണ്ടും ഒരു 500 പേരെ കൂടി ഉണ്ടാക്കി. 2026 ജനുവരിയിൽ ബ്രൗസർ സ്റ്റാക്ക് ഒരു ESOP ബൈബാക്ക് വഴി 500 എംപ്ലോയീസിന് $125 മില്യൺ തിരിച്ചു കൊടുത്തത്. ഇപ്പോൾ 77% ഇന്ത്യൻ സ്റ്റാർട്ടപ്സും ESOPs ഓഫർ ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ്റും ഈയിടെ നിയമം മാറ്റി. കോർപ്പറേറ്റ് ലോസ് അമെൻമെൻറ്റ് ബില്ല് 2026 ഇപ്പോൾ RSUസിനെയും SARനെയും ഒഫീഷ്യലായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാ കമ്പനിയുടെയും ഇക്വിറ്റീസിനും വില ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള കമ്പനീസിൻ്റെ ഇക്വിറ്റീസ് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രത്തോളം വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാകണമെന്നില്ല ലോങ് ടൈം കഴിയുമ്പോൾ പോലും. കാര്യം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഒരു 30% വരെ ഇപ്പോൾ ടാറ്റ LXIലും ഇൻഫോസിസിലും പലയിടങ്ങളിലും കുറഞ്ഞാണ് നിൽക്കുന്നത്. സോ അതുകൊണ്ട് ഒരു കമ്പനി നിങ്ങൾക്ക് ഇക്വിറ്റി ഓഫർ ചെയ്യുമ്പോൾ ഒരു 3 ചോദ്യങ്ങൾ ചോദിക്കുക. ഒന്നാമത്തേത്, കമ്പനി പ്രോഫിറ്റബിൾ ആണോ, അത് പ്രോഫിറ്റിലേക്ക് എത്താനുള്ള ക്ലിയർ ആയിട്ടുള്ള വഴിയിലാണോ എന്നുള്ളത്. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്യുക, അവരുടെ ആനുവൽ റിപ്പോർട്ട് എടുക്കുക, അതിൽ തന്നെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. രണ്ടാമത്തേത്, എന്താണ് ഇതിൻ്റെ വെസ്റ്റിംഗ് ഷെഡ്യൂൾ, അതായത് നിങ്ങൾക്ക് എപ്പോഴാണ് ശരിക്കും ഈ ഷെയർസ് കിട്ടുന്നത്. മൂന്നാമത്തേത്, വെസ്റ്റിംഗ് പീരീഡ് കഴിയുന്നതിന് മുന്നേ റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷെയറുകൾക്ക് എന്ത് സംഭവിക്കുമെന്ന്. ഇക്വിറ്റിക്ക് നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റാൻ പറ്റും. പക്ഷേ കറക്റ്റ് ടൈമിൽ ഒരു കറക്റ്റ് കമ്പനിയിൽ ജോയിൻ ചെയ്താൽ മാത്രമേ അത് പലപ്പോഴും വർക്കാവും. ഇപ്പോൾ നിങ്ങളൊരു സർവീസ് കമ്പനിയിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ മിക്കവാറും നിങ്ങൾക്ക് ഇക്വിറ്റി ഒന്നും കിട്ടുന്നുണ്ടാവില്ല, 0 സ്റ്റോക്സ്. അത് തന്നെ വേറൊരു കമ്പനിയിലേക്ക് മാറാൻ നോക്കാനുള്ളൊരു കാരണമാണ്. ബേസ് സാലറി ഏകദേശം സെയിം ആണെങ്കിൽ കൂടി ആ സാലറി ഡിഫറൻസിനേക്കാൾ കൂടുതൽ എത്രയോ ഇരട്ടി വാല്യൂ ഇക്വിറ്റീസിനുണ്ടാവും. ലിവർ 5, ബിൽഡ് ഇൻകം ദാറ്റ് ഡസ് നോട്ട് നീഡ് യുവർ ടൈം. ആദ്യത്തെ 4 ലിവേഴ്സും തുടങ്ങുന്നത് നിങ്ങളുടെ IT ജോബിൽ നിന്നാണ്. ഈ ലിവർ കുറച്ച് വ്യത്യാസമാണ്. ഇത് നിങ്ങളുടെ ജോബിന് പുറത്ത് എന്തെങ്കിലും ബിൽഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. 6 വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് അല്ലാതെ എൻ്റെ കമ്പനിക്ക് പുറത്ത് വേറെ ഒരു സ്കില്ലും ഉണ്ടായിരുന്നില്ല. വെറും 0. എൻ്റെ ഐഡൻറ്റിറ്റി തന്നെ എൻ്റെ ജോബ് ടൈറ്റിലായിരുന്നു. എന്നിട്ട് ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് ട്രൈ ചെയ്യാൻ തുടങ്ങി. അതായത് ആക്ടിങ്, ഫാമിംഗ്, ട്രേഡിംഗ്, ടീച്ചിങ്, അക്വാസ്കേപ്പിംഗ്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഫെയിലായി. എന്നിട്ട് ഞാൻ നടത്തിയില്ല. അന്ന് അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് മോണിറ്റൈസ് ആയിട്ടുള്ള 2 യൂട്യൂബ് ചാനൽസ് ഉണ്ട്. ഞാൻ ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യുന്നുണ്ട്, ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ബിൽഡ് ചെയ്യുന്നത് വെളുപ്പിന് 4 തൊട്ട് 7 മണി വരെ കിട്ടുന്ന ഒരു വിൻഡോ വെച്ചിട്ടാണ്. ഇത് എല്ലാം എൻ്റെ IT ജോബിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. സോ ലിവർ 5ഉം ഒരു സാധാരണ ഒരു സൈഡ് ഹസിലും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു സൈഡ് ജോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൈസയ്ക്ക് പകരം നമ്മുടെ ടൈം കൊടുക്കുകയാണ്. ലിവർ 5 നമ്മൾ വർക്ക് ചെയ്യാത്ത സമയത്തും പൈസ ഉണ്ടാക്കി തരുന്ന എന്തെങ്കിലും ബിൽഡ് ചെയ്യുന്നതാണ്. അതായത് 8 മാസം മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തൊരു യൂട്യൂബ് വീഡിയോ അതെനിക്ക് ഇന്നും പൈസ ഇട്ട് തരുന്നുണ്ട്. അപ്ലോഡ് ചെയ്ത ശേഷം ഞാൻ അതിലോട്ട് വേറെ ഒന്നും ചെയ്തിട്ട് പോലുമില്ല. നിങ്ങളൊരു സ്പ്രിൻറ്റ് മീറ്റിംഗിൽ ഇരിക്കുമ്പോഴും ആ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്കൊരു സബ്സ്ക്രിപ്ഷൻ ഉണ്ടാക്കി തരും. ഒരു കോഴ്സ് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വിറ്റുപോകും. നിങ്ങളത് ഒറ്റത്തവണ ബിൽഡ് ചെയ്താൽ മതി. ആ പൈസ അത് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ മാറ്റം പൈസയല്ല, അത് നമ്മുടെ മനസ്സിന് സംഭവിക്കുന്ന ആ ഒരു ഡിഫറൻസാണ്. നമ്മുടെ സാലറിയുടെ ഒരു 20% ജോബിന് പുറത്ത് നമ്മൾ ഉണ്ടാക്കി തുടങ്ങുമ്പോൾ തന്നെ എല്ലാം മാറും. പേടി കുറയും, കോൺഫിഡൻസ് കൂടും, ജോലി പോകുമോ എന്നുള്ള പേടിയുണ്ട്. മീറ്റിങ്സിൽ എല്ലാം തലയാട്ടുന്ന ഒരാളല്ലാതെയാകും നിങ്ങൾ അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങും, നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യാൻ തുടങ്ങും. കാരണം നാളെ എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് വേറെ ഇൻകം കൂടെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ആ ഒരു മാറ്റം എന്ന് പറയുന്നത് പൈസയേക്കാൾ കൂടുതൽ വാല്യൂ ഉള്ളതാണ്.
നിങ്ങൾക്ക് ഇത് എവിടെ തുടങ്ങണമെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു വഴി ഇതാണ്. നിങ്ങളൊരു IT ജോബിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന സൈഡ് ഹസലിനെ പറ്റിയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സീ യു ദേർ.